നമസ്കാരം. തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സംഘടന ഭാരതത്തിൽ വ്യാപകമായി നടത്തിയ കള്ളപ്പണ ഇടപാടുകളുടെയും നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 3 സുപ്രധാന വിവരങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ഈ 3 സുപ്രധാന വിവരങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഉരുത്തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഒരുപക്ഷെ കേസിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ തന്നെ മാറ്റി മറിക്കുന്ന തരത്തിലുള്ള പ്രധാന വിവരങ്ങളുമാണ്. ഈ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ പലർക്കും തിമോത്തി ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട കേസ് തന്നെ എന്താണ് എന്ന് അറിയാൻ ഒരുപക്ഷെ സാധ്യതയില്ല. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിന് കാരണം നമ്മുടെ കേരളത്തിലെ മാധ്യമ മാഫിയ തന്നെയാണ്. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ 2.5 കോടിയും അയോധ്യയിലെ അമ്പലം തട്ടിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ എടുത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യുകയും നിരന്തരം ആ വാർത്തകൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം ആസ്ഥാനമാക്കി മലയാളികൾ ഉൾപ്പെട്ട ഒരു അന്തർദേശീയ ശൃംഖല ഭാരതത്തിനുള്ളിൽ നടത്തിയ വലിയ ഒരു കള്ളപ്പണ ഇടപാടിനെക്കുറിച്ചുള്ള വാർത്തകളിൽ നമ്മളുടെ സാറ്റലൈറ്റ് ചാനലുകളും നമ്മളുടെ മുഖ്യധാര പത്രങ്ങളുമൊക്കെ വലിയ നിശബ്ദതയാണ് പാലിക്കുന്നത്. ഇത് അത്ര നിഷ്കളങ്കമായ ഒരു കാര്യമല്ല. ഇതും യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ആരാണ് ഇവരുടെയൊക്കെ വാ മൂടിക്കെട്ടിയത്? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇവരൊക്കെ വാ മൂടി ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിർബന്ധിതരായത്? ഇതും യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതാണ്. ചില സൂചനകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിത് നിർത്തുന്നത്. അത് മറ്റൊരു കാര്യമായതുകൊണ്ട്. ഇനി ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന എന്താണ് ഭാരതത്തിൽ ചെയ്തത്? വളരെ ചുരുക്കത്തിൽ പറയാം. ഇത് ഓൾറെഡി ദേശീയ മാധ്യമങ്ങളിലും ചില നമ്മളുടെ ഈ പറയുന്ന പോലെ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് സ്വയം പുകഴ്ത്തുന്ന പല മാധ്യമങ്ങളും മുക്കുന്ന വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച വാർത്തകളുണ്ട്, ദേശീയ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകളുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ മാധ്യമ മാഫിയ, കേരളത്തിലെ മാധ്യമ മാഫിയ ആണ് എന്ന് എടുത്തു പറയാൻ കാരണം അതാണ്. ഇനി എന്താണ് ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന ഭാരതത്തിൽ നടത്തിയ തട്ടിപ്പ്? വളരെ ചുരുക്കത്തിൽ പറയാം. 92.5 കോടി രൂപ, 1ഉം 2ഉം അല്ല, 92.5 കോടി രൂപ ഭാരതത്തിനുള്ളിൽ എത്തിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഇവർ ചെയ്തത്. പച്ചയ്ക്ക് തട്ടിപ്പെന്ന് പറയാവുന്ന, കള്ളപ്പണ തട്ടിപ്പെന്ന് പറയാവുന്ന ഒരു നിയമവിരുദ്ധ പ്രവർത്തനം. എങ്ങനെയാണ് അത് ചെയ്തത്? അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒറ്റയടിക്ക് നോക്കുമ്പോൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലെ ബാങ്കിൽ ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് അമേരിക്കയിലെ നോർത്ത് കരോലിന ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവർ അമേരിക്കൻ ബാങ്കിൽ ഈ കോടിക്കണക്കിന് രൂപ അവിടെ ഡോളറായിട്ട് അവിടെ ഇടുന്നു. ആ പൈസ ഏതാണ്ട് 1000ഓളം ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആ പൈസ പിൻവലിക്കുന്നു. അതിൽ 92.5 കോടി രൂപ പിൻവലിച്ചതിൻ്റെയാണ് ഇപ്പോൾ കേസ് നിലവിൽ വന്നിരിക്കുന്നത്. ഇത് ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഏതാണ്ട് കേരളം ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങളിൽ ഇത്തരം വിഡ്രോവൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഡെബിറ്റ് കാർഡുകളിലെല്ലാം പേര് സന്തോഷ് കുമാർ എന്ന് പറയുന്ന പേര് ആണ് എന്നും പറയുന്നു. ഒറ്റ പേരിൽ നിരവധി ഡെബിറ്റ് കാർഡുകൾ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരക്കൗണ്ടിൽ നിന്ന് 92.5 കോടി രൂപ പിൻവലിക്കുന്നു. ഇത് 6 മാസത്തെ ഇടവേളയിലാണ് ഇത്രയും പണം ഭാരതത്തിനുള്ളിലേക്ക് ഇവർ വകമാറ്റിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനത്തിലൂടെ. ഇത് നവംബർ 2025 ഏപ്രിൽ 2026 ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച കൃത്യമായ സൂചന കേന്ദ്ര ഇൻ്റലിജൻസിന് ലഭിച്ചിരുന്നു. അവർ ടിപ്പ് ഓഫ് നടത്തിയതനുസരിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് ബാംഗ്ലൂരിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നു. അങ്ങനെ ഏപ്രിൽ 18 ബാംഗ്ലൂരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന, വിമാനം കയറാൻ ശ്രമിക്കുന്ന മൈക്ക മാർക്ക് എന്ന് പറയുന്ന വ്യക്തിയെ അവർ തടഞ്ഞു വെച്ച് പരിശോധിക്കുമ്പോൾ 24 ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡുകളാണ് അങ്ങേരുടെ കയ്യിൽ നിന്ന് ലഭിച്ചത്. ഈ ഡെബിറ്റ് കാർഡുകളും ഈ പണം പിൻവലിക്കാൻ ഉപയോഗിച്ച ഡെബിറ്റ് കാർഡുകളിൽ പെടുന്നതാണ്. അതായത് ഈ കാർഡുകൾ ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞു, ഇനി അത് 100 കോടിയോളം രൂപ ഭാരതത്തിനുള്ളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു.
ഇനി ഈ കാർഡുകൾ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കണം ഇതുപോലെയുള്ള ആൾക്കാർ നടത്തിയത്. മാർക്ക് ഒറ്റയ്ക്കായിരിക്കില്ല, തീർച്ചയായിട്ടും അതുപോലെ ഈ കാർഡുകൾ പുറത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വേറെ ശ്രമം നടത്തിയിട്ടുണ്ടാവണം. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത് തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ വലിയ തോതിൽ ഒരു വലിയ വിഷയമായി, വലിയ ഒരു സാമ്പത്തിക ക്രമക്കേടായി മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇതിൽ നിരവധി മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരുടെയൊക്കെ പേര് പിന്നീട് പറയാം. ഇനി എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ പുതിയ കാര്യങ്ങൾ എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ പറയാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നീട് നമുക്ക് അതിൻ്റെ പശ്ചാത്തലവും പറയാം. ഒന്ന്, ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്, കാരണം ഈ മൈക്ക് അറസ്റ്റിലാവുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചാണ്. അപ്പോൾ കർണാടക പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബാംഗ്ലൂർ പോലീസാണ്, ബംഗളൂരു പോലീസാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത്. ഒപ്പം ഇതിൽ FCRA ഫെമ വയലേഷൻസ് ഉണ്ട്, മണി ലോണ്ടറിങ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ED അന്വേഷണം നടക്കുന്നുണ്ട്. EDയാണ് 18 സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയത്. പക്ഷേ ഇതിലെ പുതിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് NIA അന്വേഷണത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പുതിയ വിവരം. ഇപ്പോൾ തന്നെ ഇതിലേക്ക് UAPA ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തീവ്രവാദത്തിനെതിരെയുള്ള നിയമമാണ്. ആ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ കേസ് NIA ഏറ്റെടുക്കാനാണ് സാധ്യത. അടുത്ത ദിവസങ്ങളിൽ തന്നെ NIA ഈ അന്വേഷണത്തിലേക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ് NIA വരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ വിവരം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ പണത്തിൽ ഒരു വലിയ പങ്ക് വിഡ്രോ ചെയ്തിരിക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ ബസ്തർ, ദംതാരി ഏരിയാസിലെ 2 സ്ഥലങ്ങളിൽ ഇതുപോലെ ഈ കാർഡുകൾ ഉപയോഗിച്ച് 6.5 കോടി അവിടെ തന്നെ പിൻവലിച്ചിട്ടുണ്ട്. 6.25 കോടിയാണ് എന്ന് തോന്നുന്നു. 6.25 കോടി ഒരേ സ്ഥലത്ത്, അതായത് ഒരേ സംസ്ഥാനത്തെ 2 സ്ഥലങ്ങളിലായിട്ടാണ് ഇവർ വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഇതെന്തിനാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ഇത് മാവോയിസ്റ്റുകളെ സഹായിക്കാനാണ്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെറർ ഫണ്ടിങ് ആണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് FCRA വഴിയാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഭാരതത്തിനുള്ളിലേക്ക് വിദേശ പണം കൊണ്ടുവരുന്നത് ഇവിടെ ക്രിസ്ത്യൻ ആതുരാലയങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ മറവിൽ, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ അതിൽ കൂടി മതപരിവർത്തനവും പ്രചരണവും ഒക്കെ ലക്ഷ്യമാക്കി ആണ് എന്നാണ്. പക്ഷേ ഇത് മതപ്രചരണമല്ല, മറിച്ച് ഭാരതത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വിഭജന ശക്തികൾക്ക്, വിഘടനവാദികൾക്ക്, തീവ്രവാദികൾക്ക് പണം കൊടുക്കുന്ന ഇടപാടാണ് തിമോത്തി ഇനിഷ്യേറ്റീവ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം. ആൻറ്റി മാവോയിസ്റ്റ് പോരാട്ടം സർക്കാർ നടത്തുമ്പോൾ ഏറ്റവും വലിയ പോരാട്ടം നടന്നത് ബസ്തറിലാണ്. ബസ്തറിൽ എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവോയിസ്റ്റുകൾക്ക് ഏറ്റവും ശക്തമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു സ്ഥലം ഭാരതത്തിൽ അത് ബസ്തർ മേഖലയാണ്, ട്രൈബൽ മേഖലയാണ്. അവിടെ ഇത് അവസാനിച്ചു കഴിഞ്ഞു. മാവോയിസ്റ്റ് ഭീഷണി ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. മാവോയിസ്റ്റുകൾ ഇപ്പോഴില്ല. അവിടെ സ്വതന്ത്രമായി ആൾക്കാർക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് വീണ്ടും ഈ 6.5 കോടി കൊണ്ട് ഇറക്കുമ്പോൾ ഇതൊരു പക്ഷേ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമായിട്ട് വേണം, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമൊരുക്കലായിട്ട് വേണം കാണാൻ. ഇത് അമേരിക്കയിലുള്ള ഒരു ക്രിസ്ത്യൻ പാതിരി സംഘടനയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ എന്ത് അത്ഭുതമാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരത്ഭുതവുമില്ല. ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസും മിഷണറീസും വിഘടനവാദികളും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് പല സ്ഥലങ്ങളിലുണ്ട്. അത് നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ചുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. നോർത്ത് ഈസ്റ്റിലെ നാഗ, മിസോ ഭീകരവാദികൾക്ക് ഒരു കാലത്ത് ചൈനയിൽ ട്രെയിനിങ് ലഭിക്കുമ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ചെയ്തിരുന്നത് ക്രിസ്ത്യൻ പാതിരിമാരാണ് എന്ന് ചില ഇൻ്റലിജൻസ് ഓഫീസേഴ്സിൻ്റെ പരാമർശങ്ങൾ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ തന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വിവരം. UAPA നിയമം ഈ വിഷയത്തിൽ കർക്കശമാവുന്നു, NIA വരുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേത്, ഈ പറയുന്ന രീതിയിലുള്ള നിയമവിരുദ്ധമായ പണമിടപാടുകൾ ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ ഈ പറയുന്ന 6 സംസ്ഥാനങ്ങളിൽ മാത്രമല്ല നടന്നിട്ടുള്ളത്, മറിച്ച് വിഘടനവാദം പല രൂപത്തിൽ പല രീതിയിൽ നിലനിൽക്കുന്ന പഞ്ചാബിലും
അതേപോലെ നോർത്ത് ഈസ്റ്റിലും മണിപ്പൂരിലും ഇതുപോലെയുള്ള വിഡ്രോവൽസ് നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ഈ കേസ് മാറിക്കഴിഞ്ഞാൽ, അന്വേഷണം അങ്ങനെ കൂടി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മാനം മാറും, ഇതിൻ്റെ ലെവൽ മാറും. ഇതൊരു വലിയ ഒരു നിയമവിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനമായി ഇത് മാറുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിവരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനെ FCRA നിയമമോ നിയമ ഭേദഗതിയുമായിട്ടോ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ FCRA നിയമത്തിൽ കൃത്യമായ നിയന്ത്രണം വേണമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നതിൻ്റെ കാരണം തിമോത്തി ഫൗണ്ടേഷൻ്റെ ഈ നിയമവിരുദ്ധതയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം നിയമവിരുദ്ധമായി 100 കോടിയോളം രൂപ ഭാരതത്തിലേക്ക് ഇത്തരം മതപരിവർത്തനത്തിനും മതപ്രവർത്തനങ്ങൾക്കും ഒഴുക്കാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും FCRA നിയമത്തിൻ്റെ മറവിൽ ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇനി എന്തൊക്കെ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഈ ഭേദഗതി എതിർക്കുന്നതും ഈ നിയമത്തിൻ്റെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നിന്നുപോകും. ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിന്നുപോകും. ഞങ്ങൾക്ക് പഴയതുപോലെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രധാനമായിട്ടും മതപരിവർത്തനം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആശങ്കയാണ് എന്ന് പലരും പറയുന്നുണ്ട്. അത് സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് തിമോത്തി ഫൗണ്ടേഷൻ്റെ ഈ നിയമവിരുദ്ധ കള്ളപ്പണ ഇടപാട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് FCRA നിയമവുമായിട്ട് നേരിട്ട് ബന്ധമില്ല. കാരണം FCRA നിയമത്തിനപ്പുറം കടന്നുകൊണ്ട്, അല്ലെങ്കിൽ FCRA നിയമത്തെ മറികടന്നുകൊണ്ട് പ്രത്യക്ഷമല്ലാത്ത ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കാനാണ്, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാനാണ് തിമോത്തി ഫൗണ്ടേഷൻ ശ്രമിച്ചത്. അതുതന്നെയാണ് മറ്റവർ FCRA നിയമത്തിൻ്റെ മറവിൽ ഇവിടെ ഭാരതത്തിൽ പണം കൊണ്ടുവരുമ്പോൾ FCRA നിയമം പോലും ഇല്ലാതെ വളരെ രഹസ്യമായി നിയമവിരുദ്ധമായ രീതിയിൽ മറ്റൊരു വഴിയിലൂടെ ഭാരതത്തിൽ പണം എത്തിക്കുകയാണ് തിമോത്തി ഫൗണ്ടേഷൻ ചെയ്തത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി തിമോത്തി ഫൗണ്ടേഷനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറയാം. ഈ തിമോത്തി ഫൗണ്ടേഷൻ മറ്റ് സംഘടനകൾ പോലെയല്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതുപോലെ ചെയ്യാൻ കെൽപ്പുള്ള സംഘടന എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഇത് പൂർണ്ണമായിട്ട് മതപരിവർത്തനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് എടുത്തു പറയുന്ന സംഘടനയാണ്. എ ചർച്ച് ഇൻ എവരി വില്ലേജ് എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഓരോ ഗ്രാമത്തിലും ഒരു പള്ളി. ആളെ കൂട്ടിയിട്ട് പള്ളി ഉണ്ടാക്കുകയാണോ, പള്ളി ഉണ്ടാക്കിയിട്ട് ആളെ കൂട്ടുകയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഞങ്ങളുടെ പള്ളി വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന, അത് പ്രഖ്യാപിത ലക്ഷ്യമാക്കി മുന്നിൽ വെക്കുന്ന ഒരു സംഘടനയാണ് ഈ തിമോത്തി ഫൗണ്ടേഷൻ. മറ്റുള്ളവരൊക്കെ ആതുര സേവനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മറവിലാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു മറവുമില്ല, ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് എന്ന് തുറന്നു പറയുന്ന സംഘടനയാണ് തിമോത്തി ഫൗണ്ടേഷൻ. അവരത് വളരെ കൃത്യമായി അവരുടെ ലക്ഷ്യത്തിൽ തന്നെ അവരത് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രധാന കാര്യം ഈ ഒരു സംഘടനയെക്കുറിച്ചെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യ സെൻട്രിക്കാണ്, ഭാരതത്തെ കേന്ദ്രീകരിച്ച് തുടങ്ങിയ സംഘടനയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിലെ നോർത്ത് കരോലിനയിലെ റാലെയിൽ 2007 ഈ സംഘടന തുടങ്ങുമ്പോൾ ഇതിൻ്റെ പേര് പ്രോജക്റ്റ് ഇന്ത്യ എന്നായിരുന്നു. ഭാരതത്തെ സുവിശേഷവൽക്കരിക്കാനുള്ള സംഘടന എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ സംഘടന തുടങ്ങിയതെന്ന് ചുരുക്കം. പിന്നീട് 2009 ഇതിൻ്റെ പേര് തിമോത്തി ഫൗണ്ടേഷൻ എന്ന് മാറ്റി അവർ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും അതേപോലെ ആഫ്രിക്കയിലേക്കുമൊക്കെ അവർ പണം ഒഴുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇത് ഇന്ത്യയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള സംഘടനയാണ്. 2007 മുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ സംഘടന ഇപ്പോൾ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതുകൊണ്ട് പിടിയിലായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ വിഷമമാണ്. ഇതിന് മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള അന്വേഷണം ഉണ്ടായാൽ പല കാര്യങ്ങളും പുറത്തു വരും. ഇനി ഈ വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതിൽ കൂടുതൽ മലയാളികൾ അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുന്നുണ്ട്. അത് സമൂഹത്തിൽ വിലയും നിലയുമുള്ള ചില ആൾക്കാരും അതിലുണ്ട് എന്ന് പറയപ്പെടുന്നു. എനിക്കതിൻ്റെ സത്യം പൂർണ്ണമായിട്ട് അറിയില്ല, പക്ഷേ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം നേരിടുന്ന ആൾക്കാരുടെ പേര്, 1 ജോനാഥൻ രാജൻ എന്നാണ്, 2 മൈക്ക മാർക്ക, അങ്ങേര് ആണ് ബംഗളൂരു എയർപോർട്ടിൽ അറസ്റ്റിലായത്. 3 അജിത് വർഗീസ് മത്തായി എന്നാണ് മൂന്നാമത്തെ ആളുടെ പേര്. 4ാമത്തെ ആളുടെ പേര് വർഗീസ് ചാക്കോ. 5ാമത്തെ ആളുടെ പേര് സുപ്രീം ജോയ്. 6ാമത്തെ ആളുടെ പേര് ബബ്ലു കുർമി. ഈ ബബ്ലു കുർമിയാണ് ബസ്തർ മേഖലയിലെ ഈ പണമിടപാടിൻ്റെ ചുക്കാൻ പിടിച്ചതെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരെയാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അന്വേഷണം നടക്കുന്നത്. പക്ഷേ അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്, കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. നക്സലൈറ്റുകൾ, അതായത് മാവോയിസ്റ്റുകൾ അല്ലാതെ മറ്റാർക്കെങ്കിലും തിമോത്തി ഫൗണ്ടേഷൻ ഇതുപോലെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി വിഘടനവാദികൾക്ക്, വേറെ സംഘടനകൾക്ക് ഇതുപോലെ പണം നൽകിയിട്ടുണ്ടോ എന്നുള്ളതും
തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്, അന്വേഷിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇത്തരം ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിലൂടെ കോടിക്കണക്കിന് രൂപ, 100 കോടിയോളം രൂപ ഭാരതത്തിൽ എത്തിച്ചിട്ടുള്ളത് എന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് എന്തൊക്കെയാണ് ഇവർ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടിയത് എന്ന് മനസ്സിലാക്കാൻ യാതൊരു വിഷമവുമില്ല. എന്തുകൊണ്ടാണ് വിഘടനവാദികളും അതേപോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികളും ഈ രാജ്യത്ത് ശക്തി പ്രാപിച്ചത് എന്ന് മനസ്സിലാക്കാനും തിമോത്തി ഫൗണ്ടേഷൻ്റെ ഈ ഒരു ഒറ്റ ഉദാഹരണം മാത്രം മതി. നമസ്കാരം.